ഹായ്, ഇന്നൊരു ചൂര അച്ചാറുണ്ടാക്കിയാലോ? നമുക്ക് അതിലേക്ക് ഒരു ചൂര ഞാൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിലെ മുള്ളില്ലാത്ത കഷ്ണങ്ങളെടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും തേച്ച് നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പാത്രം വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ സിമ്മിലിട്ട് ഞാൻ വറുത്ത് കോരി മാറ്റി. സിമ്മിലിട്ട് തന്നെ വറുക്കണം, കരിഞ്ഞു പോകാനിടയാവരുത്. അതങ്ങനെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് ആ ബാക്കിയുള്ള എണ്ണയിലേക്ക് ഞാൻ ഒരു പിടി വെളുത്തുള്ളി തെളിച്ചത് അത് മുറിച്ചിട്ടില്ല, നന്നായിട്ട് തന്നെ തൊലി കളഞ്ഞ് അതിലേക്കിട്ട് ആ വെളുത്തുള്ളിയും വറുത്ത് കോരി ഈ മീനിനോടൊപ്പം ഇട്ട് വെളുത്തുള്ളിയും വറുത്ത് കോരി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അത് നന്നായിട്ട് മൂത്ത് തന്നെ കിട്ടണം. കറിവേപ്പിലയുടെ പച്ച മാറി വരുമ്പോൾ കൈകൊണ്ട് തൊടുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന പരുവവും ആ പരുവത്തിൽ കറിവേപ്പിലയും കൂടെ വറുത്ത് കോരി ഈ മീനിനോടൊപ്പം ഇട്ടിട്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ ഒരു അല്പം ഇഞ്ചി അരച്ചത് ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. ഇഞ്ചി മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ മസാലയായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്പം ഉലുവയും ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറ്റി മൂത്ത് വരുമ്പോൾ ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചതെല്ലാം കൂടെ അതിലേക്കിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തെടുത്തിട്ട് പോരാത്ത ഉപ്പ് നമുക്ക് അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ കായപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇവിടെ എല്ലാ രുചിയും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ശർക്കര ഒന്ന് ചെറുതായിട്ട് ചുരണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശർക്കരയും കൂടെ ഇട്ടതിന് ശേഷം ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞെടുത്താൽ നമ്മുടെ അച്ചാർ റെഡിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക്